بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹാദരങ്ങളുള്ള പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ റൗളത്തുൽ ഖുർആൻ കോഴ്സിൻ്റെ ഒന്നാമത് പാഠപുസ്തകത്തിലെ അവസാന അധ്യായമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഇരുളും വെളിച്ചവും. 20 അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ ഒരു അധ്യായത്തോടു കൂടി ഈ ഒരു പാഠപുസ്തകം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിനോടനുബന്ധിച്ച് ജനറലായിട്ടുള്ള 1-2 ക്ലാസ്സുകളും തജ്വീദുമായി ബന്ധപ്പെട്ട ചില ക്ലാസ്സുകളും നമുക്ക് ബാക്കിയുണ്ട്. അതുകൂടി ഇൻഷാ അല്ലാഹ് സാവകാശം നമുക്കെടുത്ത് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് നമുക്ക് കടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം, ഈ ഉദ്യമങ്ങളെല്ലാം പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അനുസ്മരണം നടക്കുന്ന മാസമാണ് ഇത്. അവിടുത്തെ പേരിൽ ഫാത്തിഹയും യാസീനുമൊക്കെ പാരായണം ചെയ്തു, അവിടുത്തെ മൗലിദ് പാരായണം ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തുമൊക്കെ അതിൻ്റെ പ്രതിഫലത്തെ അവിടുത്തേക്ക് ഹദിയ ചെയ്ത് അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഹക്ക് കൊണ്ട് 2 ലോകത്തും വിജയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇരുളും വെളിച്ചവും. പരിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗത്ത് വരുന്ന സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന അധ്യായമാണ് ഈ പാഠത്തിലെ, ഈ ക്ലാസ്സിലെ അധ്യയന വിഷയം. ധാരാളം പേരുകൾ ഈ സൂറത്തിന് ഉണ്ട്. സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ മനാബിദ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇബാദ എന്നെല്ലാം ഈ അധ്യായത്തിന് പേര് പറയപ്പെടുന്നുണ്ട്. പ്രത്യേകം ചില സന്ദർഭങ്ങളിലും ചില നിസ്കാരങ്ങളിലുമൊക്കെ ഈ സൂറത്തുൽ ഇഖ്ലാസിനോടൊന്നിച്ച്, അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തിനോടൊന്നിച്ച് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തായി വന്നിട്ടുണ്ട്. ത്വവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്തും രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു സൂറത്തും ഓതുന്ന സുന്നത്താണ് അതിലേറ്റവും പ്രധാനം. അതുപോലെ തന്നെ സുബ്ഹ് നിസ്കാരത്തിൻ്റെ സുന്നത്തിൽ, മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള 2 റക്അത്തിൽ, ളുഹാ നിസ്കാരത്തിലെല്ലാം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന ഈ സൂറത്തും
ഉൽഹു അള്ളാഹു എന്ന ഇഖ്ലാസ് സൂറത്തും പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഏതിലൊക്കെയാണ്? തൊവാഫിൻ്റെ 2 റക്അത്ത്, സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത്, മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത്, അതുപോലെ തന്നെ ളുഹാ നിസ്കാരം. ഇവയിലെല്ലാം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്തും ഇഖ്ലാസും ഓതൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ 4/1 ഭാഗത്തിന് സമമാണ്, തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന തഅദിലു റുബഅൽ ഖുർആൻ. ഖുർആനിൻ്റെ 4/1 ഭാഗത്തോട് കിടപിടിക്കുന്നതാണ്, സമമായതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത് എന്നർത്ഥം. അഥവാ ഖുർആനിൻ്റെ 4/1 ഭാഗം പാരായണം ചെയ്ത അസുല് പ്രതിഫലം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്ത് പാരായണം ചെയ്താൽ ലഭിക്കുമെന്നർത്ഥം. ഇത് സംബന്ധമായ ചർച്ച വരുന്നിടത്ത് റൂഹുൽ മആനിയിലെല്ലാം ഇങ്ങനെ ഒരു പരാമർശം, എന്തുകൊണ്ടാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്ത് ഖുർആനിൻ്റെ 4/1 സമമാകുന്നത് എന്ന ചർച്ച വരുന്നുണ്ട്. മഹാന്മാർ അതിന് പറയുന്നത്, പരിശുദ്ധമായ ഇസ്ലാം 4 ഭാഗമാണ്. അഥവാ ഖുർആൻ അതിൻ്റെ ഭരണഘടനയാണ്, ജീവൽ പദ്ധതിയാണ്. ആ പദ്ധതിയെ 4 ഭാഗമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, പരിശുദ്ധമായ ഖുർആൻ മനുഷ്യൻ്റെ ജീവിത വിജയത്തിനുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശങ്ങൾ നടത്തുന്നു. ഭരണഘടനയാകുമ്പോഴങ്ങനെയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭരണഘടന എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അത് ടച്ച് ചെയ്യാത്ത ഒരു മേഖലയും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മതത്തെ 4 വ്യത്യസ്ത ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. ഫുഖഹാക്കൾ അവരുടെ ഫിഖ്ഹിലൊക്കെ അങ്ങനെയാണ് അതിനെ ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഭാഗം ഇബാദത്താണ്, ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തുമൊക്കെ അടക്കമുള്ള ആരാധനാകർമ്മങ്ങൾ ആ ഭാഗത്താണ് വരുന്നത്. ധാരാളം കാര്യങ്ങൾ അത് സംബന്ധമായി ഫിഖ്ഹിൽ പ്രതിപാദിച്ചത് കാണാം. ഇബാദാത്ത് എന്നാണ് അതിന് പറയുക. രണ്ടാമത്തെ ഒരു ഭാഗം മുആമലാത്താണ്. എന്താണ് മുആമലാത്ത് എന്ന് പറഞ്ഞാൽ? ക്രയവിക്രയങ്ങളും മറ്റുമൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. കച്ചവടം, അതുപോലെ തന്നെ വ്യാപാരങ്ങൾ, കൃഷി, ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള എല്ലാ മസ്അലകളും അഭിപ്രായങ്ങളും അതിൻ്റെ ഹലാല്, ഹറാമ്, കറാഹത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നത് മുആമലാത്ത് എന്ന് പറയുന്ന ഈ ഭാഗത്താണ്. എല്ലാതരം ബിസിനസ്സുകളെക്കുറിച്ചും എല്ലാതരം കച്ചവടങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? പരിശുദ്ധമായ മതം വിശദമായി തന്നെ അതിൻ്റെ ഹുക്മുകൾ പ്രതിപാദിക്കുന്നുണ്ട്. ആ ഭാഗത്തെയാണ് മുആമലാത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് മുനാക്കഹത്താണ്.
സാമൂഹ്യജീവിയായ നമ്മൾ തോന്നിയതുപോലെ ജീവിക്കേണ്ടവരല്ല. മറിച്ച് മനുഷ്യൻ്റെ തലമുറകളെ നിലനിർത്തുവാനും പാരമ്പര്യം നിലനിർത്തുവാനും മനുഷ്യൻ്റെ ലൈംഗികമായ ചോദനകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാനും ആവശ്യമായ നിയമങ്ങൾ, വൈവാഹിക കാര്യങ്ങൾ, നിക്കാഹ്, അതിൻ്റെ ഹുക്കുമുകൾ, ആരാണ് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്, ആരെയാണ് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്, നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, വൈവാഹിക ജീവിതത്തിൽ പരസ്പരം പാലിക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട സർവസ്പർശിയായ നിയമങ്ങൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്, മതത്തിലുണ്ട്. ഇനി വിവാഹബന്ധം തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ എങ്ങനെയാണ് ത്വലാഖ് ചൊല്ലേണ്ടത്, ത്വലാഖ് ചൊല്ലാവുന്ന രൂപം ഏതാണ്, വാജിബാകുന്ന സന്ദർഭം ഏതാണ്, ഹറാമാകുന്ന സന്ദർഭം ഏതാണ്, ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദ്യമുണ്ട്. വിശദമായി അങ്ങോട്ടൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇനി ഭർത്താവ് ത്വലാഖ് ചൊല്ലി തരുന്നില്ലെങ്കിൽ, ഒരു ഭാര്യയ്ക്ക് കൂടെ ജീവിക്കാൻ കഴിയാത്തത്ര പ്രയാസമുണ്ടാവുകയും ചെയ്താൽ നിയമവിധേയമായി ഭർത്താവിനെ അങ്ങോട്ട് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇസ്ലാമിലുണ്ട്. ഇനി ഭർത്താവ് മരണപ്പെട്ടു പോയാൽ പുതിയൊരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദീക്ഷ പാലിക്കുന്നതിനെക്കുറിച്ച്, സൂക്ഷ്മത കാണിക്കുന്നതിനെക്കുറിച്ച്, ഇരിക്കുന്നതിനെക്കുറിച്ച് എല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഭാഗത്തെയാണ് മുനാക്കഹാത്ത് എന്ന് പറയുന്നത്. വൈവാഹിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഭാഗം. ഇനിയുമുണ്ട്. മനുഷ്യന്മാർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവർക്കിടയിൽ തർക്കങ്ങളും അതുപോലെ തന്നെ പൈശാചികമായ പ്രേരണകൾ കാരണമായിട്ട് തിന്മകളൊക്കെ ഉണ്ടാകും. അങ്ങനെ അരുതായ്മകൾ സംഭവിക്കുമ്പോൾ, അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, നീതിരഹിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഇരകൾക്ക് നീതി ലഭിക്കണം, ശിക്ഷ ലഭിക്കേണ്ടവർക്ക് ശിക്ഷ ലഭിക്കണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്രിമിനൽ നിയമവ്യവസ്ഥിതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന, മോഷ്ടാവിന് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്, വ്യഭിചരിക്കുന്നവർക്ക് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്, അഭ്യൂഹങ്ങൾ പരത്തുന്നവർക്ക് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി സകലമാന ക്രിമിനൽ പ്രൊസീജിയേഴ്സും ഇസ്ലാം വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗത്തെയാണ് ജിനായാത്ത് എന്ന് പറയുന്നത്. സിവിൽ ക്രിമിനൽ നിയമവ്യവസ്ഥിതിയെക്കുറിച്ച് പറയുന്ന ഭാഗം ജിനായാത്ത്. ഇങ്ങനെ 4 ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിശുദ്ധമായ മതത്തെ, അതിൻ്റെ നിയമവ്യവസ്ഥിതിയെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഇബാദത്ത് സംബന്ധമായിട്ടുള്ളത്, രണ്ടാമത്തേത് മുആമലാത്ത്, കച്ചവടം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ, മൂന്നാമത്തേത് മുനാക്കഹാത്ത്, വിവാഹമോചന നിയമങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗം, 4 ജിനായാത്ത്, സിവിൽ ക്രിമിനൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധികളെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഭാഗം. ഇങ്ങനെ 4 ഭാഗമായിട്ട് മതത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ആ മതം അങ്ങനെയാണ്. എല്ലാ മേഖലകളിലും കൃത്യമായ നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട് എന്നർത്ഥം. ഇങ്ങനെ വേർതിരിക്കപ്പെട്ടതിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട പരാമർശം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എന്നതുകൊണ്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തിനെ ഖുർആനിലെ 4-1 എന്ന് പറയുന്നത് എന്നാണ് റൂഹുൽ മആനി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ 4 ഭാഗത്തെ ഇപ്പോൾ പരാമർശിച്ചത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തഅദിലു റുബഅൽ ഖുർആൻ, ഖുർആനിൻ്റെ 4-1 സമാനമാണെന്ന് പറയാൻ കാരണം ഈ 4 ഭാഗമായി തിരിച്ചതിൽ ഇബാദത്ത് സംബന്ധമായ കാര്യങ്ങളുടെ പരാമർശമുള്ള ഒരു അധ്യായം എന്ന നിലക്കാണ് അതിന് 4-1 സമാനമായ ഒന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് കാണാം.
നമുക്കറിയാം, തൗഹീദും ഷിർക്കും അത് വെളിച്ചവും ഇരുളും പോലെയാണ്. തൗഹീദുള്ള അത് ഉൾക്കൊണ്ട ഒരാളുടെ മനസ്സിൽ ഷിർക്ക് ഉണ്ടാവുകയില്ല. കാരണം വെളിച്ചം കടന്നു വരുന്നിടത്ത് ഇരുട്ട് അപ്രത്യക്ഷമാവുക എന്നതാണ് സ്വാഭാവികം. ഇത് രണ്ടും കൂടി ഒരാളത്തുണ്ടാവും, അതും ഉണ്ടാവില്ല. വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് ഉണ്ടാവില്ല. വെളിച്ചം കടന്നു വരുന്നതോടുകൂടി അന്ധകാരം എന്തു ചെയ്യും? നീങ്ങിപ്പോവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യമതത്തിൻ്റെ പ്രബോധനവുമായി കടന്നു വരികയാണ് മക്കയിലേക്ക്. മക്കക്കാരാവട്ടെ പൂർണ്ണമായും ബഹുദൈവ ആരാധകരാണ്. നൂറുകണക്കിന് വിഗ്രഹങ്ങളുടെ കേദാരമായിരുന്നു കഅബ എന്ന്. ഏകനായ റബ്ബിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിൻ്റെ അകത്ത് വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്ന അത്രമാത്രം ബഹുദൈവ ആരാധകരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു. അവിടുന്ന് തൗഹീദുമായി കടന്നു വരുമ്പോൾ, ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രചാരകരായി അവിടുന്ന് കടന്നു വരുമ്പോൾ അവിടുന്ന് അഭിസംബോധന ചെയ്യുന്ന വിഭാഗം മക്കയിലെ മുശ്രിക്കുകൾ, കടുത്ത ബഹുദൈവാരാധകരായ ആളുകൾക്കിടയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ, അല്ലാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും അടക്കമുള്ള ഏതൊക്കെ വിഗ്രഹങ്ങളുണ്ടോ, ഏതൊക്കെ ബിംബങ്ങളുണ്ടോ, ഏതൊക്കെ ശക്തികളുണ്ടോ, അവയ്ക്കൊന്നും ആരാധനയ്ക്ക് അർഹതയില്ലെന്നും ഏകനായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്നുമുള്ള തൗഹീദിൻ്റെ വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ പതിയെ പതിയെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സത്യസരണി കൂടുതൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടുത്ത ബഹുദൈവാരാധകരായ ഹാരിസ് ഇബ്നു ഖൈസ്, ആസ് ഇബ്നു വാഇൽ, വലീദ് ഇബ്നു മുഗീറ തുടങ്ങിയ ഏതാനും ആളുകൾ കടന്നു വരികയാണ്. മുത്തുനബിയുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചിട്ട് അവർ പറയുന്ന കാര്യം എന്താ അറിയുന്നത്? മുഹമ്മദേ, നീ പറഞ്ഞതുപോലെ നീ പറയുന്ന റബ്ബിന് ഞങ്ങൾ ആരാധിക്കാം. അതിനെന്ത് ചെയ്യണം? അതിൻ്റെ മുമ്പ് ഒരു വർഷക്കാലം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നീ ആരാധിക്കണം. എങ്ങനെയുണ്ട്? തൗഹീദിൻ്റെ പ്രചാരണത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏകനായ ഇലാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇവർ കടന്നു വന്നിട്ട് പറയുന്നത് എന്താണ്? ഒരു വർഷക്കാലം നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ പിന്നെ ഒരു വർഷം താങ്കളുടെ ദൈവത്തെ ഞങ്ങളും ആരാധിച്ചു കൊള്ളാം. എങ്ങനെയുണ്ട്? ഒരു വർഷം നിങ്ങൾ ബഹുദൈവ ആരാധകനാവുകയാണെങ്കിൽ പിന്നത്തെ വർഷം ഞങ്ങൾ ഏകദൈവ വിശ്വാസികളായിക്കൊള്ളാം എന്നല്ല, മറിച്ച് അങ്ങനെ ഏകദൈവ വിശ്വാസി ആകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബഹുദൈവ ആരാധന നടത്തണമെന്ന് ഷർത്ത് വെക്കില്ല. മറിച്ച് ആരാധിക്കുന്ന കാര്യത്തിൽ നീ ഞങ്ങളുടെ ദൈവങ്ങളെ ഒരു വർഷം അഡ്വാൻസ് ആയിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്റെ ദൈവത്തെയും ആരാധിച്ചു കൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം ഒരു ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി കടന്നു വന്ന പ്രവാചകരോട് വെക്കുന്ന നിബന്ധനയാണ്, നിങ്ങൾ ആദ്യം ബഹുദൈവ ആരാധകരാകണം, ഞങ്ങളുടെ ബഹുദൈവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാകാനുള്ള നിബന്ധന
ഒന്നാമത്തേത്, നിങ്ങളൊരു വർഷം എന്ത് ചെയ്യണം? ബഹുദൈവത്തെ ആരാധിക്കണം, ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മഅദല്ലാഹ്. എന്നിട്ട് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറഞ്ഞു, എൻ്റെ റബ്ബിൻ്റെ മറുപടി വരട്ടെ, എന്നിട്ട് ഞാൻ പ്രതികരിക്കാം. നിങ്ങൾ പറഞ്ഞതിനുള്ള പ്രതികരണം എന്താണ് എന്നുള്ളത് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മറുപടി വരട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്മതമില്ലാതെ, അല്ലെങ്കിൽ അവിടുന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു കാര്യത്തെയും പരാമർശിച്ചിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന ബഹുദൈവ വിശ്വാസികളായ മുഗീറയടക്കമുള്ളവരോട് പറഞ്ഞു, എൻ്റെ റബ്ബിൻ്റെ മറുപടി വരട്ടെ, നിങ്ങൾക്ക് ഞാൻ അന്നേരം മറുപടി തരാം. ഈ സൂറത്ത് ആ സന്ദർഭത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഏത് സൂറത്ത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സൂറത്ത് പാരായണം ചെയ്ത് കൊടുക്കുകയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സൂറത്ത് അങ്ങോട്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ മസ്ജിദുൽ ഹറമിൽ വെച്ചുകൊണ്ട് തലേ ദിവസം തങ്ങളോട് വന്നിട്ട്, നീ ഞങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ ഒരു വർഷം നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാമെന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്ത് ഓതി കേൾപ്പിക്കുകയാണ്. ഈ സൂറത്ത് ഓതി കേൾപ്പിക്കുകയാണ്. എന്താണ് ഈ സൂറത്തിലൂടെ പറയുന്നത്? ഖുൽ, നബിയെ അങ്ങ് പറയണം, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ സത്യനിഷേധികളായ സമൂഹമേ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. കാരണം ഞാൻ മുവഹിദാണ്, ഏകദൈവ വിശ്വാസിയാണ്. ഏകദൈവ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഞാൻ നിങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുകയോ ഒരിക്കലുമില്ല. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുകയില്ല, മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയെ, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങളും ആരാധിക്കുകയില്ല. ഞാൻ ആരാധിക്കുന്ന ഏകനായ അല്ലാഹുവിനെ നിങ്ങളും ആരാധിക്കുകയില്ല. എന്നിട്ട് പിന്നെയും പറഞ്ഞു, വലാ അന ആബിദും മാ അബദ്തും, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഒരിക്കലും ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ അല്ലാഹുവിനെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കുകയില്ല. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ, എനിക്ക് വലിയ, എനിക്ക് ദീനി, എൻ്റെ ദീനും, എനിക്കെൻ്റെ മതം, എനിക്കെൻ്റെ വഴി, എനിക്കെൻ്റെ മാർഗം, ഞാൻ സന്മാർഗത്തിൻ്റെ വഴിയിലാണുള്ളത്, ഞാൻ എൻ്റെ സന്മാർഗവുമായി മുന്നോട്ട് പോകും, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി സ്വീകരിക്കാമെന്ന് പറഞ്ഞ് അവരെ തലേ ദിവസം അവരാവശ്യപ്പെട്ട കാര്യത്തിന് ഖുർആനിക സൂക്തങ്ങളെ കൊണ്ട് മറുപടി കൊടുക്കുകയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ ഒരിക്കലും ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുകയില്ല എന്നാണ് അവരോട് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പരാമർശം? കടന്നു വന്ന ആളുകൾ ഒരിക്കലും മുസ്ലിമാവുകയില്ല എന്ന് അള്ളാഹുവിന് കട്ടായമായി അറിയുന്നത് കൊണ്ടാണ്. അങ്ങനെ അറിയുന്ന ആളുകളെക്കുറിച്ചാണ് ഭാവിയിലും ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുകയില്ല, വലാന്തും ആബിദൂന മാ അഅ്ബുദു, വീണ്ടും ഭാവിയിലും ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞത്, അല്ലെങ്കിൽ ഖുർആനിൽ പരാമർശിച്ചത് ഒരിക്കലും മുസ്ലിം ആവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉറപ്പുള്ള ഈ കടന്നു വന്ന ആളുകളെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചാണ്. അല്ലാതെ ബഹുദൈവ വിശ്വാസികൾ എല്ലാവരും അങ്ങനെയാണ് എന്നതിനർത്ഥമില്ല. ബഹുദൈവ വിശ്വാസികളായ ധാരാളം ആളുകൾ പിന്നീട് ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറി ജീവിക്കുകയും ചെയ്തത് ചരിത്രത്തിലുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ അങ്ങനെയാണ് ഇസ്ലാം കടന്നു വന്നപ്പോൾ സംഭവിച്ചത്. പിന്നെ അവിടെ ഒരിക്കലും അങ്ങനെ മാറില്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അങ്ങനെ സംഭവിക്കില്ല, നിങ്ങളെ ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞത് ഒരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇടയില്ലെന്ന് അള്ളാഹുവിന് ഉറപ്പുള്ള ആളുകളെക്കുറിച്ചാണ് ആ പരാമർശവും ചർച്ചയും അവിടെ വന്നിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട രീതിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഭരണഘടനയാകുന്ന ഖുർആൻ അംഗീകരിക്കുകയും ആ ഖുർആൻ ജീവിത പദ്ധതിയായി അംഗീകരിക്കുകയും വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് അംഗീകരിച്ച് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന യഥാർത്ഥമായ തൗഹീദാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. തൽക്കാലം എന്നാൽ കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് പോയിട്ട് അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മറ്റൊരാളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരുടെ മതത്തിലേക്ക് ചെല്ലുകയോ അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തുകയോ ചെയ്തുകൊണ്ട് അവരെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുന്ന രീതിയൊന്നും പരിശുദ്ധമായ മതത്തിൽ ഇല്ലേ ഇല്ല. മറിച്ച് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്കെൻ്റെ വഴി. എൻ്റെ വഴി എന്ന് പറയുന്നത് ഋജുവായ തൗഹീദിൻ്റെ വഴിയാണ്. അള്ളാഹുവിൽ മാത്രം ആരാധിക്കുക എന്ന യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ വഴിയാണ്. അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് സാധ്യമല്ല എന്നർത്ഥം. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, പുതിയ കാലത്ത് എല്ലാ മതങ്ങളിലും നന്മകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. എല്ലാ മതങ്ങളിലും നന്മകളുണ്ട്, എൻ്റെ മതം മാത്രമാണ് ശരി എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ രാജ്യത്തൊക്കെ തന്നെയും അങ്ങനെയുള്ള ആളുകൾ, ചിന്താഗതികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളിലും നന്മയുണ്ട്, അതുകൊണ്ട് എല്ലാ മതങ്ങളും സത്യമാണെന്ന് വാദിക്കുക. എല്ലാ മതങ്ങളും സത്യമാണ്, അങ്ങനെ സർവ്വമത സത്യവാദികളായി രംഗപ്രവേശനം ചെയ്ത ചിലരുണ്ട്. എല്ലാ മതത്തിലും നന്മകളുണ്ട്, ആ നന്മകളൊക്കെ നമുക്കെടുക്കാം. എല്ലാ മതങ്ങളും അങ്ങനെയുണ്ട്. പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും എല്ലാ മതങ്ങളിലും സത്യങ്ങളുണ്ട്. അതിലൊക്കെയുള്ള സത്യങ്ങളെ അംഗീകരിച്ച് ആ മതങ്ങളെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ എല്ലാ മതത്തിൻ്റെയും ആളായി സർവ്വമത സത്യവാദവുമായി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലരൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യം കാണാനിടയായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ച് മതമെന്താണെന്ന് അവർക്കറിയില്ല, സത്യമെന്താണെന്ന് അവർക്കറിയില്ല. അതൊന്നും അറിയാതെ താൻ പഠിച്ചു വെച്ചതാണ് മതമെന്ന് വെച്ച് അതിനനുസരിച്ച് കൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എല്ലാ മതങ്ങളിൽ നിന്നും തങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ എടുത്ത് അതൊരു ജീവൽ പദ്ധതിയാക്കി അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് മറ്റുള്ളവരെ കൂടി ഉത്ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇത് മറ്റൊരു മതമാണ്. എല്ലാ മതങ്ങളിൽ നിന്നും ശരിയെന്ന് തോന്നുന്നതൊക്കെ എടുത്തിട്ട് കൂട്ടി വേറൊരു മതം ഉണ്ടാക്കുക. അക്ബർ ചക്രവർത്തി ദീനേ ഇലാഹി ഉണ്ടാക്കിയതുപോലെ. അങ്ങനെ ഒരിക്കലും ഇല്ല.
ഇത്തരം ആളുകൾ കൂടുതൽ അപകടകാരികളാണ്. ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ച് ആ മതം സത്യമാണെന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്ന ഒരു രീതിക്കപ്പുറത്ത് എല്ലാ മതങ്ങളിലും സത്യമുണ്ടെന്ന് വിശ്വസിച്ചു പോകുന്നവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ. എന്നാൽ മുസ്ലിമായ നമുക്കുണ്ടാകേണ്ട വിശ്വാസം എന്താണ്? ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണെന്ന് കട്ടായമായും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളായ നമ്മൾ. അങ്ങനെ ആയിരിക്കണം. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നിരിക്കുന്ന പ്രത്യയശാസ്ത്രമാണ്, മതമാണ്, നിയമമാണ് ഇസ്ലാം. അതുമാത്രമാണ് സത്യമതം എന്ന് വിശ്വസിക്കുകയാണ് വേണ്ടത്. ഇസ്ലാം മാത്രമാണ് സത്യമെന്നാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്. അതിനപ്പുറത്തൊരു സത്യം വേറെയില്ല. മറ്റുള്ള മതങ്ങളൊന്നും സത്യങ്ങളല്ല, മറിച്ച് ഇസ്ലാം മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുക. അതൊരിക്കലും തീവ്രവാദമല്ല, ദേശവിരുദ്ധമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരൊന്നുമല്ല. എൻ്റെ മതം മാത്രമാണ് സത്യമെന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നത് അത് ദേശവിരുദ്ധമൊന്നുമല്ല. മറിച്ച് അതേസമയം ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നതല്ലാത്തതൊന്നും മറ്റാരും വിശ്വസിക്കാൻ പാടില്ല, ഒരു മതക്കാരും ഇവിടെ ജീവിക്കാൻ പാടില്ല, മറ്റൊരു മതത്തിലും ആർക്കും വിശ്വസിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്ന മതം മാത്രമാണ് സത്യമെന്ന് എനിക്ക് വിശ്വസിക്കാം. എന്നാൽ മറ്റു മതങ്ങളൊന്നും ആരും വിശ്വസിക്കരുതെന്നോ അതനുസരിച്ച് ജീവിക്കരുതെന്നോ ഉള്ള ചിന്തയുണ്ടായാൽ അത് തീവ്രവാദമാണ്. അതാണ് യഥാർത്ഥ തീവ്രവാദം. ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ മുസ്ലിമാണ്. എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം മാത്രമാണ് സത്യം എന്ന് വെച്ച് എൻ്റെ അയൽപക്കത്ത് മറ്റുള്ള ഇതര വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കങ്ങനെ വിശ്വസിക്കുവാനും അങ്ങനെ തന്നെ ജീവിക്കുവാനുമുള്ള അവകാശമുണ്ട്. അത് അനുവദിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. മറിച്ച് എൻ്റെ മതം ഞാൻ അവർക്കിടയിൽ പ്രചരിപ്പിക്കും, എൻ്റെ മതത്തിൻ്റെ ആശയങ്ങൾ അവരുമായിട്ട് നല്ല നിലയിൽ സംവദിക്കും. അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അവർക്ക് എൻ്റെ മതത്തിലേക്ക് കടന്നു വരാം. ഇല്ലേ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്കെൻ്റെ വഴി. ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി ചെയ്യേണ്ടത്. മറിച്ച് ഞാൻ വിശ്വസിക്കുന്നതാണ് സത്യം എന്നതുകൊണ്ട്, ശരി എന്നതുകൊണ്ട് നിങ്ങളാരും മറ്റത് വിശ്വസിക്കാൻ പാടില്ലെന്നോ അതുവഴി സഞ്ചരിക്കാൻ പാടില്ലെന്നോ ആ കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കാൻ പാടില്ലെന്നോ പറഞ്ഞാൽ അത് തീവ്രവാദമാണ്, അത് വർഗീയതയാണ്. അങ്ങനെ ഒരിക്കലും ഒരു വിശ്വാസി ആകാനും പാടില്ല. ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്ക്, മതം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു അച്ചടക്കമാണ്. ഇപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും ബാധ്യസ്ഥരാണ്. ആ ഭരണഘടന ലംഘിക്കാൻ പാടില്ല. കാരണം അതൊരു നിയന്ത്രണമാണ്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങളാണത്. ആ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. മതവും അതുപോലെ തന്നെ ഒരു അച്ചടക്കമാണ്, ഒരു നിയന്ത്രണമാണ്. അബദ്ധങ്ങളിലോ അനർത്ഥങ്ങളിലോ പ്രശ്നങ്ങളിലോ അകപ്പെടാതിരിക്കാനുള്ള രക്ഷാ കവചമാണ് ഈ മതം. ഞാൻ സ്വാതന്ത്ര്യദാഹിയാണെന്നോ അല്ലെങ്കിൽ താന്തോന്നിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ മതത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ഏതുപോലെ ഭരണഘടന, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളൊരു വാഹനം ഓടിച്ചു കൊണ്ടുപോവുകയാണ്. ആ വാഹനം ഓടിക്കുന്നതിന് റോഡിലൂടെ കടന്നു പോകുമ്പോൾ ചില നിയമങ്ങളുണ്ട്. ഇടതുഭാഗത്തു കൂടെ മാത്രമേ നമ്മൾ വാഹനം ഓടിക്കാവൂ, അല്ലേ? ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സിഗ്നൽ കൊടുത്തിട്ടേ ഓവർടേക്ക് ചെയ്യാവൂ. മഞ്ഞ വര കാണുന്നിടത്ത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പല നിയമങ്ങളുമുണ്ട്. ഞാൻ ഇടതുഭാഗത്തു കൂടെ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്ന് നിയമം ഇന്ത്യയിൽ ഉണ്ടായിരിക്കെ എന്താപ്പോൾ ഇടത്തുഭാഗത്തു കൂടെ വലത്തുഭാഗത്തു കൂടെ പോയാലെന്ന് ചിന്തിച്ച് വലതുഭാഗത്തു കൂടെ പോയാൽ അനർത്ഥങ്ങളുണ്ടാകും, അപകടങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അതില്ലാതിരിക്കാനാണ് ഈ നിയമം കൃത്യമായി. എല്ലാവരും എല്ലാ ഭാഗത്തു കൂടിയും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും മരണങ്ങൾ സംഭവിക്കുകയും അപകടങ്ങൾ പതിവാകുകയും ചെയ്യും. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്?
റോഡ് സേഫ്റ്റി നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിയമങ്ങൾ അതിർലംഘിച്ചുകൊണ്ട് പോയാൽ, പോകുന്ന ചിലരെങ്കിലും കാണാമല്ലോ, പോയാൽ എന്ത് സംഭവിക്കും? ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നതുപോലെ മതം ഒരു അച്ചടക്കമാണ്, നിയന്ത്രണമാണ്. അബദ്ധങ്ങളിലോ അനർത്ഥങ്ങളിലോ അകപ്പെടാതിരിക്കാനുള്ള ഒരു രക്ഷാ കവചമാണത്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ത്വരയുണ്ടാകും മനുഷ്യന്. അത്തരക്കാർ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? മതം ഉപേക്ഷിക്കും. മതത്ത് പറഞ്ഞൊന്നും ശരിയല്ല എന്ന് വിചാരിക്കും. അങ്ങനെ പെറ്റുപോറ്റിയ മാതാപിതാക്കളെയും കൂട്ടുകുടുംബങ്ങളെയും എല്ലാം ഒഴിവാക്കിയിട്ട് തനിക്ക് തോന്നുന്ന ആളുകളോട് പ്രേമം തോന്നി അങ്ങോട്ട് കടന്നു പോകും. അവസാനം എന്ത് സംഭവിക്കും? മതമൊക്കെ നിരസിച്ച് ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച്, അതല്ലെങ്കിൽ പെറ്റുപോറ്റിയ മാതാപിതാക്കളെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് തൽക്കാലമായി തനിക്ക് ഇഷ്ടം തോന്നിയ പുരുഷന്റെ കൂടെ ഇറങ്ങിച്ചെന്ന് അവൻ്റെ പിന്നാലെ ഓടിപ്പോകുമ്പോൾ പിന്നീട് അവർക്കുണ്ടാകുന്നത് ദുരന്തങ്ങളാകും, പ്രയാസങ്ങളാകും. യുക്തിവാദികളുടെ പരിഹാസങ്ങൾ ഏറ്റുപിടിച്ച് അവർ മതനിയമങ്ങളെ നിരാകരിക്കും. അല്ലേ? ഇപ്പം ഏറ്റവും പുതിയ കാലത്ത് നമ്മൾ എത്ര കാര്യങ്ങളാണ് കാണുന്നത്. നിഖാബിനെതിരെ, വസ്ത്രധാരണത്തിനെതിരെ, ഇസ്ലാമികമായ വേഷവിധാനങ്ങൾക്കെതിരെ, ഇപ്പം കലാലയങ്ങളിൽ വരെ എന്തു ചെയ്യാണ്? ജെൻഡർ ഫ്രീ യൂണിഫോമുകൾ കടന്നു വരുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ട് യുക്തിവാദികൾക്ക് കുടപിടിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിലുള്ള പ്രലോഭനങ്ങളും പ്രതിസന്ധികളും പ്രകോപനങ്ങളും ഉണ്ടായാലും അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ്. അവരോടൊക്കെ ലക്കും ദീനുക്കും വലിയ ദീൻ, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ആകാം, അതിലെനിക്ക് തീവ്രവാദമില്ല, വർഗീയവാദമില്ല, നിങ്ങൾക്ക് ജീവിക്കേണ്ടതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം, അത് ആർക്ക് വേണമെങ്കിലും. പക്ഷേ ഒരു വിശ്വാസിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്ന, ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കുന്ന എൻ്റെ മതത്തിൻ്റെ നിയമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അവരോട് പറയുകയും ചെയ്യണമെന്നാണ് ഈ സൂറത്ത് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ മതം ഉപേക്ഷിച്ചു പോകുന്നവർ പല കാരണങ്ങളെ കൊണ്ട്, അല്ലേ, അവരുടെ ഭാവി ഇരുളടഞ്ഞതായിരിക്കും. നമുക്കറിയാം, ശാശ്വതമായൊരു വാസം ഈ ഭൂമി ലോകത്ത് നമുക്കാർക്കുമില്ല. ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഈ ലോകത്ത് ഒന്ന് വിട പറയേണ്ടവരാണ് നമ്മൾ. ഒരുപക്ഷെ ഈ ലോകം എന്തു ചെയ്യും? വളരെ അടുത്ത കാലത്ത് അവസാനിക്കും. പിന്നീട് അത്തരം ആളുകളെ കാത്തിരിക്കുന്നത് ഭയാനകമായ നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മതത്തെ അംഗീകരിക്കുകയും ആ മതത്തിൻ്റെ നിയമങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. യറുദ്ദൂക്കും അൻ ദീനിക്കും ഇൻ ഇസ്തത്വാഉ വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅ്മാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ വഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, മതം നിരസിച്ചുകൊണ്ട് മതത്തിൻ്റെ നിയമങ്ങൾ അധികപ്പറ്റാണെന്ന് ചിന്തിച്ചുകൊണ്ട് മതനിയമങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുകയും താന്തോന്നികളായി ജീവിക്കുകയും ചെയ്താൽ ഫയമുത്ത് വഹുവ കാഫിറുൻ, അങ്ങനെ മരണപ്പെടുന്നവർ കാഫിറായിട്ടാണ് മരിച്ചു പോകുന്നത്. എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതൊക്കെ മതത്തിൽ ഞാൻ അംഗീകരിക്കുകയുള്ളൂ, അല്ലാത്തതൊന്നും ഇസ്ലാമിലില്ല, അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇസ്ലാമിലില്ല. ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതൊക്കെയാണ് എൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് പകരം യഥാർത്ഥ ദീൻ പഠിച്ചു മനസ്സിലാക്കുക. വല്ലതുമൊക്കെ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഫയമുത്ത്, അവൻ അങ്ങനെ മരണപ്പെട്ടു പോയാൽ വഹുവ കാഫിറുൻ, സത്യനിഷേധിയായിട്ട് അവൻ മരണപ്പെട്ടു പോകും. ഫഉലൈക ഹബിതത് അഅ്മാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വെറുതെയായി പോകും, പ്രതിഫലശൂന്യമാകും, നഷ്ടപ്പെട്ടു പോകും. വഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകവാസികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അതിൽ നിത്യമായി വസിക്കേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ ഖുർആൻ നമ്മളോടൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ 4 തരത്തിലുണ്ട്.
മനുഷ്യന്മാർ 4 തരത്തിലുണ്ട്. ഒന്ന്, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ മരിക്കുന്നവർ. വേറൊരു വിഭാഗം അമുസ്ലിമായി ജനിച്ച് അമുസ്ലിമായി തന്നെ മരിക്കുന്നവർ, അവർ ഇസ്ലാമിനെ അറിഞ്ഞിട്ടേയില്ല. വേറൊരു ടീം മുസ്ലിമായി ജനിച്ച് പിന്നീട് അമുസ്ലിമായി മരിക്കേണ്ടി വരുന്നവർ. നാലാമത്തെ വിഭാഗം ജനിച്ചത് അമുസ്ലിമായിട്ടാണെങ്കിലും ഇസ്ലാമിൻ്റെ സുന്ദരമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നവർ. ഇങ്ങനെ 4 വിഭാഗമുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. ഇസ്ലാമികമായ വിശ്വാസങ്ങളിൽ അടിയുറച്ച നിലയിലും ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്തുള്ള മരണമാണ് മുസ്ലിമായിട്ടുള്ള മരണമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മരണം വേണമെന്നാണ് പ്രിയമുള്ളവരെ 5 വഖത്തിലും അല്ലാഹുവിനോട് നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിസ്കരിച്ച ശേഷം നമ്മളൊക്കെ ദുആ ചെയ്യുന്നു, തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിച്ച് സദ്വൃദ്ധരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആഖിബത്ത് നന്നായി മുസ്ലിമായി മരിക്കുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മരിക്കേണ്ടി വരുന്നവരുണ്ട്. വളരെയധികം സൂക്ഷ്മത കാണിക്കേണ്ട ഒരു ഭാഗമാണത്. ആഖിബത്ത് മോശമാകുന്നതിന് നമ്മളെപ്പോഴും ഭയപ്പെടണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുകയും വേണം. നമ്മൾ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ മരിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അങ്ങനെ ഈ അധ്യായത്തോടു കൂടി നമ്മുടെ തദ്കിറ പാഠപുസ്തകം അവസാനിക്കുകയാണ്. ഇതുവരെയായി പറഞ്ഞ ക്ലാസ്സുകളിൽ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നതിന്, ജീവിതത്തിൽ പാലിക്കുന്നതിന് കൂടുതൽ പ്രാമുഖ്യം നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊന്നും നമുക്ക് കേൾക്കാനും വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? അനുവർത്തിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, മരിക്കുന്ന സമയത്തും എനിക്ക് മുസ്ലിമായി മരിക്കണമെന്ന്. അങ്ങനെ നാളെ പാരത്രിക ലോകത്ത് ഹബീബോട് ഒന്നിച്ച് ഒരുമിച്ച് കൂടാൻ സാധിക്കണമെന്ന്. അത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം നമുക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അർഹമുർ റഹീമായ അല്ലാഹുവേ, ജീവിക്കുന്ന കാലമത്രയും ഈമാനോടുകൂടി മുസ്ലിമായി സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇതുവരെ പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പുലർത്താൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് സന്തോഷത്തോടെ ഉച്ചത്തിൽ ഉച്ചരിച്ച് പുഞ്ചിരിക്കുന്ന മുഖവുമായി മുഅ്മിനായി മുസ്ലിമായി മരിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുകയും ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സ്നേഹജനങ്ങൾ, ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർ, ഇതിനുവേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ പലരുമുണ്ട്, യത്നിക്കുന്നവർ പലരുമുണ്ട്. എല്ലാവരെയും നാളെ പാരത്രിക ലോകത്ത്, സ്വർഗീയ ലോകത്ത് നിന്റെ സവിധത്തിൽ ഒരുമിച്ച് കൂട്ടി നിന്റെ പരിശുദ്ധമായ ലിഖാഇന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ പലരുമുണ്ട്, രോഗികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. നീ സമ്പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.